ആപ്കി അദാലത്തിൽ സിംഗറും കമ്പോസറുമായ കൈലാഷ് ഖേറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പിടിവാശിക്കാരനാണ് എന്നുള്ളതാണ്. കൈലാഷ് സാർ, താങ്കൾക്ക് കുട്ടിക്കാലം മുതലേ പിടിവാശി കൂടുതലാണെന്ന് കേട്ടു. താങ്കളുടെ അച്ഛൻ ഭക്തി പാരായണം ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് സമൂഹത്തിലൊരു നല്ല സ്ഥാനമുണ്ട്. താങ്കളൊരു പൂജാരിയാകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷെ ചത്താപ്പോലും ഞാൻ അങ്ങനെ പോകില്ലെന്ന് താങ്കൾ വാശി പിടിച്ചു. जब भी मैं ख्वाबों में होता हूँ सबको है लगता मैं सोता हूँ सबसे जो मैं जुदा उसकी पनाहों में होता हूँ. और दुनिया में जो भी अलग है लगता वो सबको गलत है. രജത് സാർ, ഈ ലോകത്തെല്ലാവരും വളരെ വ്യത്യസ്തരായവരാണ്. ഈ ലോകത്തെല്ലാവർക്കും അവനെ ഒരു തെറ്റായിട്ടുള്ളവനായിട്ട് തോന്നാം. ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ എല്ലാവരും പെട്ടെന്ന് ജഡ്ജ് ചെയ്ത് കളയും. ഓരോരുത്തർ തോന്നുന്ന രീതിയിൽ പറയും, ദിസ് ഈസ് നോട്ട് കറക്റ്റ്. दुनिया में जो भी अलग है लगता वो सबको गलत है और शिद्दत से आगे है जिद मेरी और वो भी मुद्दत तलक है. അതായത് ജീവിതം എല്ലാവരും ജീവിക്കുന്നതാണ്. ഞാൻ കുറച്ച് പിടിവാശിയോടെ ജീവിക്കുന്നു, താല്പര്യത്തോടെ ജീവിക്കുന്നു. ആ ഒരു ഭ്രാന്ത് തന്നെയായിരിക്കും ഒരുപക്ഷെ എന്നെ ഇന്ന് കാണുന്ന കൈലാഷ് ഖേർ ആക്കിയത്. മൊത്തം 18 വർഷത്തെ കരിയറാണ് സർ. 18 വർഷം കൊണ്ട് ആളുകൾക്ക് പല മാറ്റങ്ങളും സംഭവിക്കാറുണ്ട്. പലരും ഈ ഒരു കാര്യത്തിലായിരിക്കും ബിസിയാവുക. വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഒരു എൻജോയ്മെന്റിന് വേണ്ടി, പിന്നെ ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ബിസിയാവുന്നു. എനിക്കങ്ങനെയുള്ള ഒരു കാര്യവും അറിയില്ല. കാരണം നമ്മുടെ മനസ്സിനകത്ത് ഒരു അശാന്തി ഉണ്ടെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് ഉറക്കം പോലും വരില്ല. പിന്നെ ദൈവം നമ്മളെ നോക്കി ചിരിക്കും. കാരണം ഒരു ജന്മത്തിൽ നീ നന്നായിട്ട് ഉറങ്ങി, മറ്റൊരു ജന്മത്തിൽ നീ വേറെന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഈ ജന്മത്തിൽ നീ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ജനിച്ചിരിക്കുന്നത്. ഓരോ നിമിഷവും നിന്നെ പിടിച്ചു നിർത്തുന്നത് ആ ആഗ്രഹങ്ങളാണ്. ആ ഒരു കാരണം കൊണ്ട് ഈ കഴിഞ്ഞ 18 വർഷങ്ങളിൽ 2000 ഗാനങ്ങൾ 21 ഭാഷകളിൽ. ഇത് ശരിക്കു പറഞ്ഞാൽ എനിക്ക് കൃത്യമായൊരു ഐഡിയ ഇല്ലാതിരുന്ന കാര്യമായിരുന്നു സർ. അതായത് ഇത്ര വേഗത്തിൽ എങ്ങനെയാ ഇത് സംഭവിച്ചത് എന്ന്. തീർച്ചയായും ഇത് ദൈവാനുഗ്രഹമാണ്. പോലും അറിയാതെ ഒരു ആകാംക്ഷയിൽ മ്യൂസിക് ഡയറക്ടർ ആണോന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഓടിപ്പോയത്. അത് തന്നെ. കാരണം കുട്ടിക്കാലം മുതൽ തന്നെ എൻ്റെ താല്പര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. മാത്രമല്ല, ഈ ലോകം എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് എനിക്കും ചില ആശങ്കകളുണ്ടായിരുന്നു. അതാണ് ഈ ലോകത്ത് പലരെ കൊണ്ടും സഹിക്കാൻ പറ്റാത്തത്. കുട്ടിക്കാലം മുതലേ ഞാനെല്ലാം തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. ഈ ഭൂമിയിലെ ജനങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ വീട്ടിൽ വെച്ച് തന്നെ കള്ളം പറയാൻ പഠിപ്പിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ രജത് സർ ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ ബാലകൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയതെല്ലാം, ഈ ലോകം പറയുന്ന കാര്യം ഒന്നായിരിക്കും, എന്നാൽ പ്രവർത്തിക്കുന്നത് വേറൊന്നായിരിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നോക്കൂ, നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുകയാണ്. നല്ല മനസ്സോടെ പ്രാർത്ഥനയോടെ ഒരു ദിവസം ആരംഭിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് നിങ്ങൾക്കൊരു ഫോൺ വരുന്നു. അപ്പോൾ നിങ്ങളുടെ കുട്ടികളോട് ഫോൺ എടുത്തിട്ട് പറയാൻ പറയും, അച്ഛനിപ്പോൾ ഒരു യാത്രയിലാണ് എന്ന്, ഔട്ട് ഓഫ് സിറ്റിയിലാണ്, ഔട്ട് ഓഫ് കൺട്രിയിലാണ് എന്ന് പറയാൻ പറയും. അപ്പോൾ ആ കുട്ടി ഈ ഒരു കാര്യം എന്നും മനസ്സിൽ സൂക്ഷിക്കും. വീട്ടിലെല്ലാവരും കള്ളം പറയരുത്, സത്യം പറയണമെന്നൊക്കെ പറയാറുണ്ട്. അതേസമയം കള്ളം പറയാൻ ട്രെയിനിങ് തരുന്നു. ആ കൊച്ചു കുട്ടിയുടെ മനസ്സിൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉടലെടുക്കുകയാണ്. ഇങ്ങനെയൊരു കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ ഞാൻ അതിനെയൊക്കെ തകർത്തെറിയുകയാണ് ഉണ്ടായത്. ഇതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഒരു തവണ ഇങ്ങനെയൊരു കാര്യം ഞാൻ നേരിട്ട് തുറന്നു പറഞ്ഞു. എനിക്ക് പിടിവാശി ഉണ്ടായിരുന്നു, ഒപ്പം എനിക്ക് കുറച്ച് തല്ലും കിട്ടി. തല്ല് കിട്ടിയപ്പോൾ തന്നെ ഞാൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി. വീട് വിട്ട് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വാശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ലോകത്ത് എല്ലാവരും എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ഞാൻ ആവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തിറങ്ങിപ്പോയി. പുറത്തുപോയി എന്തൊക്കെയായിരുന്നു? തയ്യൽക്കാരനായിരുന്നു, ട്രക്ക് ഡ്രൈവറായിരുന്നു, പ്രിന്റിംഗ് പ്രസ്സിൽ ജോലി ചെയ്തു, ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അതെ സർ. അപ്പോൾ മായയും ലഭിച്ചില്ല, രാമനെയും ലഭിച്ചില്ല. ഞാൻ ഇത് എങ്ങനെയാണ് നിരീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാം ഗുരുനാഥന്മാരിൽ നിന്ന് പലതും പഠിച്ചു, ഞാൻ സാഹചര്യത്തിൽ നിന്നും പഠിച്ചു. മനോഹരം. സോ ഇപ്പോ എനിക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്നെ സൃഷ്ടിച്ച ദൈവം എന്നെ കുറച്ച് ശുദ്ധീകരിച്ചിട്ടാണ് സൃഷ്ടിച്ചത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് ഒരു ഡാർക്ക് റൂമിൽ നെഗറ്റീവ് കഴുകിയതിന് ശേഷം ഒരു ക്ലിയർ പിക്ചർ തെളിഞ്ഞു വരും. സത്യത്തിൽ താങ്കൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കുടിലിൽ താമസിക്കേണ്ടി വന്നു, അതുപോലെ തെരുവുകളിൽ തുണി നനയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. ചില സമയത്ത് ആഹാരത്തിന് പോലെ ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം താങ്കൾ ഒരു എക്സ്പോർട്ടർ ആകണമെന്ന് ആഗ്രഹിച്ചു. സാർ, ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടിയിട്ടുണ്ട്. ഞാനൊരു എക്സ്പോർട്ടറായി മാറി.
ഹാംബർഗ്, ജർമ്മനിയിലെ ഒരു സിറ്റി. ഹാംബർഗിലേക്ക് ഞാൻ സാധനങ്ങൾ വിറ്റു. പിന്നെ ഇവിടെയുള്ള മദർ തെരേസ സാരികൾ, വുഡൻ ഹാൻഡ് ബ്ലോക്ക്, അത് പ്രിന്റ് ചെയ്യപ്പെട്ടതായിരിക്കും. പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ടാവും, ആർട്ടിഫാക്ട്സും ഉണ്ടാവും, ടേബിൾ ലാംപ്സ് ഉണ്ടാവും, പിന്നെ വാൾ ഹാങ്ങിങ്സും ഉണ്ടാവും. സോ ഇതൊക്കെ രാജസ്ഥാനിലെ ജോധ്പൂർ, ജയ്പൂർ, പിന്നെ ഇവിടെയുള്ള ലാൽ കില, സുന്ദർ നഗർ, ഈ പറഞ്ഞ നാടുകളിലൊക്കെ എനിക്കിതിൻ്റെ ഡീലേഴ്സ് ഉണ്ടായിരുന്നു. ഇവരുടെ അടുത്ത് നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് ഇത് ഞാൻ പുറത്തേക്ക് കയറ്റി അയക്കും. എല്ലാം നന്നായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്, എൻ്റെ പ്ലാൻ പ്രകാരം തന്നെ. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അതായത് ശരിക്കും സംഭവിച്ചത്, ഞങ്ങൾ ഒരു ഷിപ്മെൻറ്റിൽ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക്. അത് എങ്ങനെയുള്ളൊരു ഫീലിംഗ് ആണെന്ന് വെച്ചാൽ, വിക്ടറി നേടിയിരിക്കുന്നു, ഇത് ശരിക്കും കൊള്ളാം. പിന്നെ ഞാൻ നോയിഡയിലും അഡ്വാൻസ് കൊടുത്തു, ആ അട്ടാഫീറിൻ്റെ അടുത്തായിട്ട്. ഞാൻ വാങ്ങിയ സമയത്ത് എനിക്ക് ആ സ്ഥലം നല്ല ഓർമ്മയുണ്ട്. അതായത് कहते हैं कि कश्तियाँ लाख नज़दीक साहिल सही पर खुदा फिर कोई चाल चल जाएगा, तूने मखमूर नज़रों से देखा तो है, क्या करोगे अगर दिल मचल जाएगा. സോ അങ്ങനെയാണ് സംഭവിച്ചത്. ഒരാൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിജയിച്ചാൽ അത് പിന്നീട് അയാളുടെ സ്ഥിരം ജോലിയായിട്ടങ്ങ് മാറ്റും. ഒരാൾക്ക് സ്വന്തം വീടില്ലെങ്കിൽ പോലും അയാൾ പ്രോപ്പർട്ടി ഡീലറായിട്ട് മാറും. ഒരാൾ IAS അല്ലെങ്കിലും IASകളെ സൃഷ്ടിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു നിയന്ത്രണവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡൽഹി നഗരത്തിന് മറ്റൊരു അനുഗ്രഹവും ദൈവം നൽകിയിട്ടുണ്ട്. ഡൽഹി തട്ടിപ്പ് നടത്തി സമ്പാദിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ പല സ്ട്രാറ്റജികളും വർക്കാവും. അന്ന് ഞാൻ വീട് വിട്ടിറങ്ങിയ ആ സമയത്ത് എനിക്ക് കാര്യമായിട്ട് അറിവൊന്നുമില്ല. അതായത് വീട് വിട്ടിറങ്ങിയതിന് ശേഷം എന്തൊക്കെ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന്. പിന്നെ അങ്ങോട്ട് എന്തൊക്കെയാണ് നടന്നതെന്ന് വെച്ചാൽ, ഒരു വാശിയുടെ പുറത്ത് വീട് വിട്ടിറങ്ങിയതാ. എന്നാൽ പുറത്തെത്തിയതിന് ശേഷം കാര്യങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞു. ആദ്യം സർവൈവ് ചെയ്യണം, ഏറ്റവും പ്രധാനമായിട്ട് ജീവനോടെ ഇരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ പല ഹാർഡ് ജോബ്സും ആദ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു അവസ്ഥ, എനിക്ക് പല വർഷങ്ങളോളം നേരാംവണ്ണം ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലായിരുന്നു. കാരണം ഞാൻ ഹോട്ട് ടൈമിങ്സിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതും ഒരാൾക്ക് ഡിഗ്രി പോലും ഇല്ലെങ്കിൽ അയാൾക്ക് പിന്നെ ഒരു ടൈമിങ്ങും ഉണ്ടാവില്ല, അതുപോലെ ഒരു ഷെഡ്യൂളും ബാധകമല്ല. അവരെ കൊണ്ട് ഒരു ദയവുമില്ലാതെ മറ്റുള്ളവർ പണിയെടുപ്പിക്കും. ഇതുപോലെ എൻ്റെ ട്രെയിനിങ് ഒക്കെ പല വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെയാണ് നടന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് സത്യമാണോ? എല്ലാ കാര്യത്തിലും താങ്കൾ ഫെയിലായിപ്പോയി. അതിനുശേഷം പൂജാരിയാകുന്നത് എത്രയോ ബെറ്റർ ആണെന്ന് പറഞ്ഞ് താങ്കൾ ഋഷികേശിലേക്ക് അച്ഛൻ്റെ ജോലിക്ക് വേണ്ടി പോയെന്ന് കേട്ടു. അതെ, ആ സമയം കൊണ്ട് ഞാൻ എല്ലാം തന്നെ അനുഭവിച്ചു കഴിഞ്ഞു, സാഹചര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോഴാണ് എനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞ ചില വാക്കുകൾ ഓർമ്മ വന്നത്. അതൊക്കെ ശരിയായിരുന്നു എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാനൊരു മഹാനെ കണ്ടുമുട്ടി, അതായത് എൻ്റെ അച്ഛൻ്റെ ഒരു പഴയ സുഹൃത്തിനെ. സഫ്ദർജംഗ് എൻക്ലേവിൽ അദ്ദേഹത്തിന് ഒരു ആശ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ നീ വാ, ഇപ്പോൾ നീ എൻ്റെ കൂടെ വാ, പരമാർത്ഥ നികേതൻ ഋഷികേശിൽ, അവിടെ നിനക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന്. സ്വാമി പരിപൂർണാനന്ദ്ജി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, 6 വർഷങ്ങൾ കൊണ്ട് നീ മന്ത്രങ്ങളൊക്കെ പഠിച്ചെടുക്കണം, പിന്നെ നീ ഒരു പുരോഹിതനാവും, അപ്പോൾ നിന്നെ ഞാൻ എങ്ങോട്ടേലും പറഞ്ഞേക്കാം. അതായത് മൗറീഷ്യസ്, പിന്നെ സിംഗപ്പൂർ, മൗറീഷ്യസ്, അതുപോലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് പോവാന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, എല്ലാ കാര്യങ്ങളിലും പരാജയപ്പെട്ടവനാണ് ഞാൻ. ഇനിയെങ്കിലും ഈ മന്ത്രങ്ങളൊക്കെ പഠിച്ച് ഒരു പണ്ഡിതനായി, ഒരുപക്ഷെ വിദേശ രാജ്യത്ത് പോയിട്ടൊരു പണ്ഡിതനായാൽ അവിടെ നമ്മുടെ അച്ഛനെയും അമ്മയും പോലെ 150നോ 200നോ ഒന്നും പണിയെടുക്കേണ്ട ആവശ്യമില്ല, ദിവസവും നല്ലൊരു ഇൻകം തന്നെ നമുക്ക് കിട്ടും, എന്തായാലും പോയേക്കാം. അങ്ങനെ ഒരു ധാരണയോടെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനെയാണ് സംഭവിച്ചത് സർ. പിന്നെ എന്താന്ന് വെച്ചാൽ, എല്ലാം നടത്തുന്നതും തീരുമാനിക്കുന്നതും ഒക്കെ ദൈവമാണല്ലോ. चले खूब तुरप की चाल लगा के रंगों का ताता, रचना के रचनाकार का खेला समझ नहीं आता. അവൻ നമ്മളെ വെച്ച് പല കളികളും കളിക്കും. അങ്ങനെ അവിടെ വെച്ചും ഋഷികേശിൽ വെച്ചും ഞാൻ പല മന്ത്രങ്ങളും പഠിച്ച് മനഃപ്പാടമാക്കി. ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ, അവരൊക്കെ എൻ്റെ ക്ലാസ്മേറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അവരൊക്കെ എന്നേക്കാളും ഒരു 7, 8, 9 വയസ്സൊക്കെ ഇളയവരായിരുന്നു. ഞാൻ അന്ന് 21 വയസ്സുള്ള ഒരു യുവാവാണ്. 12, 13 വയസ്സൊക്കെ കഴിഞ്ഞു വന്നവനാണ്. എല്ലാ ഭാഗത്തു നിന്നും തല്ല് കിട്ടി വരുന്നതാണ്. ഇപ്പോൾ 21 വയസ്സിൽ ഒരു പണ്ഡിതനാവാൻ വേണ്ടി പോയിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ വെറും 13, 14 വയസ്സേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണെന്നറിയില്ല, ഒരു കോംപ്ലക്സ് തോന്നി. അയ്യോ, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ? എന്താ ഇത്, ഞാൻ പോകുന്നിടത്തൊക്കെ ഒരു തോൽവിയാവുകയാണല്ലോ. ഇപ്പോൾ ഇവിടെ എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണോ ദൈവം ഇവരെയൊക്കെ അയച്ചത്? അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് പല പ്രശ്നങ്ങളും ഒന്നിച്ചു വരുന്നത് പോലെ തോന്നുക. അപ്പോഴാണ് ഞാൻ എന്നെ സ്വയം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ചത് സാർ. അതായത് പൂർണ്ണമായിട്ട് പറഞ്ഞില്ല, ഗംഗയിലേക്കാണ് ചാടിയത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി. അതെ, ഞാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. പിന്നെ പ്രകൃതിയുടെ എന്തോ ഒരു അനുഗ്രഹം കാരണം ഞാനിപ്പോഴും നിങ്ങളുടെ മുന്നിൽ ജീവനോടെ ഉണ്ട്. അതും ഞാനിപ്പോൾ എങ്ങനെയാ ഉള്ളതെന്ന് നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ. പലരുടെ അനുഗ്രഹം കൊണ്ടാണിത്. ഇത്രയേ സംഭവിച്ചുള്ളൂ.
സാർ, പിന്നെ മറ്റൊരു കാര്യം എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നിക്കൊണ്ടിരുന്നത്, അതായത് ദൈവമേ, ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു പ്രത്യേക സ്ഥലത്ത് ഞാൻ ജനിച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഒട്ടും സെൻസിറ്റീവ് അല്ലാത്ത മനുഷ്യരും ജീവിച്ചിരിപ്പുണ്ട്. ഇവരുടെയൊക്കെ ഇടയിലാണ് നമ്മൾ അതിജീവിച്ചു പോകേണ്ടത്. മാറാൻ പാടില്ല. ഇവിടെയുള്ളവരുടെയൊക്കെ കൂടെ നമ്മളും നിലനിൽക്കണം. അതായത് നിങ്ങളെല്ലാവരും ആരെയെങ്കിലും കാണുകയാണെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന സാധാരണ ചോദ്യങ്ങൾ ഒരു മെഷീൻ പോലെയാണ്. ഹൗ ആർ യു? നിങ്ങൾക്ക് സുഖമാണോ? വല്ലതും കഴിച്ചായിരുന്നോ? യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ആൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ആളായിരിക്കും. എന്നാലും അയാളും ഒരു മെഷീനെ പോലെ തന്നെ മാറിയേ തീരൂ. ഞാൻ വളരെ നന്നായിട്ടിരിക്കുന്നു പറഞ്ഞു വരുമ്പോൾ പല പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരാളായിരിക്കും അത്. ഇങ്ങനെ ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാർ. ഒരാൾ എങ്ങനെ നിങ്ങളെ മാറ്റുന്നുവോ അതുപോലെ തന്നെ നിങ്ങളും മാറണം. ഇങ്ങനെയാണ് ഓരോരുത്തരും മാറി പുതിയൊരാളായിട്ട് മാറുന്നത്. അങ്ങനെയൊന്നുമില്ല. ചെറിയ നദികൾ ഒരു മഹാനദിയെ സൃഷ്ടിക്കുന്നു. നമ്മളെല്ലാവരും ഒരു നദിയെ പോലെയാണ്. നമ്മളെല്ലാവരും ഒരു കടൽ പോലെയാണ്. നമ്മളെല്ലാവരും പർവ്വതം പോലെയാണ്. നമ്മളെല്ലാവരും പ്രകൃതിയുടെ ഭാഗമാണ്. പക്ഷേ നമ്മുടെ പ്രവൃത്തികളും ശീലങ്ങളും ഒക്കെ നമ്മളെ പരമാവധി പുറത്ത് ഫേക്കായിട്ട് കാണിക്കുന്ന രീതിയിലാണ്. ഇതാണ് യാഥാർത്ഥ്യം. സോ ഇങ്ങനെയുള്ള സംശയങ്ങളിലൂടെ, ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് തിരിച്ചറിവില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലൂടെ എന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്ത തോന്നി. അതായത് ഞാൻ എന്തുകൊണ്ട് ഈ ജീവിതം അവസാനിപ്പിച്ചുകൂടാ എന്ന്. ദൈവമേ, ഞാനൊരു തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്താണോ ജനിച്ചിരിക്കുന്നത്? സോ എടുത്തു ചാടി. പിന്നെ എൻ്റെ പുറകിൽ വേറെ ആരോ ചാടി എൻ്റെ തല പിടിച്ച് വലിച്ച് എന്നെ എങ്ങനെയൊക്കെയോ രക്ഷിച്ചു. എന്നെ കരയ്ക്കടുപ്പിച്ചു. പിന്നെ ഞാൻ കുറച്ച് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അവർ ചോദിച്ചു, നിനക്ക് നീന്താൻ അറിയില്ലെന്നുണ്ടെങ്കിൽ എന്തിനാ ചാടിയതെന്ന്, ചാവാൻ പോയതാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, ചാകാൻ പോയതാണ് എന്ന്. എനിക്കൊരു നല്ല അടി വെച്ച് തന്നു എൻ്റെ തലയുടെ ഭാഗത്ത്. അപ്പോൾ ഞാൻ ഒരു ദിവസം മുഴുവനും 24 മണിക്കൂറും രജത് സർ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതേയില്ല. കാരണം ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഞാൻ ഇതിലും തോറ്റുപോയല്ലോ എന്ന്. ദൈവമേ, ഞാൻ എന്ത് ചെയ്താലും എന്തിലൊക്കെ കൈവച്ചാലും തോൽവി മാത്രമാണല്ലോ ഫലം. ഐ എം എ പ്രോഡിജി ഓഫ് ഫെയിലിയേഴ്സ്. ഞാൻ തോൽവികളിലൂടെ സൃഷ്ടിക്കപ്പെട്ടവനാണ്. എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങനെ? ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എനിക്ക് എന്തിനാണ് നീ ജീവൻ തന്നത്? ആ സമയത്ത് എന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു മുഴുവനും. എന്നാൽ ഇന്ന് ആ ചോദ്യങ്ങൾക്കൊക്കെ ദൈവം എനിക്ക് എങ്ങനെയുള്ള ഉത്തരമാണ് നൽകിയിരിക്കുന്നതെന്നാൽ, ഒരുപക്ഷെ എന്റെ ബുദ്ധിശക്തി കുറവാണെങ്കിലും ഒരുപാട് കഴിവുകൾ അതിൽ നൽകിയിട്ടുണ്ട്. ആ തോൽവികളെപ്പം ഞാൻ കാര്യമാക്കുന്നേയില്ല. താങ്കളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നോടൊരു കാര്യം പറഞ്ഞു. അതായത് ഗംഗയിൽ വെള്ളം കുറവായതുകൊണ്ട് താങ്കൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മുംബൈയിലേക്ക് പോയി. അവിടെ കടലിന് നല്ല ആഴമല്ലേ? അതെ, സത്യമാണ് രജത് സർ. ജനങ്ങൾ മുംബൈയിലേക്ക് ഒന്നുകിൽ സിനിമയിൽ പാടാൻ വേണ്ടി വരും, അതല്ലെങ്കിൽ ആ സിനിമാ ലോകത്തേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് വരും. എന്നെ ദൈവം മുംബൈയിലേക്ക് എത്തിച്ചപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ ഈ ബില്ലൽ പോലെയുള്ള പാട്ടുകൾ, അതിലെ വാക്കുകളൊക്കെ കുറച്ച് വ്യത്യസ്തമായിരിക്കും. അതേപോലെ അതിൽ പറഞ്ഞ കാര്യങ്ങളും കുറച്ച് വ്യത്യസ്തമായിരിക്കും. റൊമാൻസ് പോലെയുള്ള പാട്ടുകൾക്കും കുറച്ച് വ്യത്യസ്തമായ ഒരു നാച്ചർ ഉണ്ടാവും. ഞാൻ അതുപോലെയുള്ള പാട്ടുകളുടെ ആൽബം ചെയ്യാമെന്ന് കരുതി പോയതാ. അതായത് തുടക്കത്തിൽ ഞാൻ അത്തരത്തിലൊരു വാശിയോട് കൂടിയാണ് പോയത്. ഞാൻ എപ്പോഴും അവിടെ ഒരു കടൽ തീരത്ത് ഇരിക്കാറുണ്ടായിരുന്നു, ജൂഹുവിൽ. അപ്പോൾ ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിക്കാറുള്ളതൊന്ന് മാത്രമാണ്, സമുദ്രദേവ, എൻ്റെ അമ്മ ഒരിക്കലും എന്നെ മടിയിൽ കിടത്തിയിട്ടില്ല, നിങ്ങളത് ചെയ്യണം. ഇനി ഞാൻ എൻ്റെ അവസാന ശ്വാസം നിങ്ങളുടെ കാൽക്കീഴിൽ വെച്ചായിരിക്കും എടുക്കുക, നിങ്ങൾ എന്നെ സ്വീകരിക്കണമെന്ന്. ഓരോ തവണ പോകുമ്പോഴും ഞാൻ ഇതാണ് പറയാറ്. അതോടൊപ്പം കാറ്റും വളരെ ശക്തിയിൽ വീശും. പിന്നെ ആ കാറ്റ് നമ്മളെ സ്പർശിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അത് ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് മനസ്സിനകത്ത് ചിരിക്കാറുണ്ടായിരുന്നു. അപ്പോ നിങ്ങൾക്കും ഇത് വളരെ ഇഷ്ടമായി അല്ലേ? നിങ്ങൾക്കും സന്തോഷമായി അല്ലേ? നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും ഉള്ളതുപോലെ അനുഭവപ്പെടുന്നത്, കാറ്റിനെയും ഇതുപോലെ ഞാൻ ആസ്വദിച്ച് അതൊരു ഭ്രാന്തായി മാറുന്നത്. എനിക്ക് എന്നെ തന്നെ ചില സമയത്തൊരു ഭ്രാന്തനായിട്ടൊക്കെ തോന്നും. ഞാൻ എന്നോട് തന്നെ സ്വയം സംസാരിക്കുകയാണ്. സോ ഇങ്ങനെയൊരു ഭ്രാന്ത്, ഇതിലൂടെ കിട്ടുന്ന ആ ഒരു ഉന്മാദം, ഇത് ഈ ലോകത്ത് വളരെ യുണീക്കായ ചിലരിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതായത് വളരെ സെൻസിറ്റീവായ പലരിലും. ചില ആളുകൾ വളരെ തീവ്രമായിട്ട് ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കാറുണ്ട്. ഇതും അതുപോലെ തന്നെയാണ്. ആ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു കാര്യമാണ്. പ്രകൃതിക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. അത് പ്രകൃതി മനസ്സിലാക്കും. ഇവൻ ഭയങ്കര വാശിയുള്ള ഒരു ഭ്രാന്തനാണല്ലോ. ഈ ലോകം മുഴുവനും പലതിന്റെയും പിന്നാലെ ഓടുകയാണ്. കാശിന്റെ പുറകെ ഓടുന്നു, പവറിന്റെ പിന്നാലെ ഓടുന്നു. പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ പണം ആരുടെ പുറകെയാണ് ഓടുന്നത് എന്ന്? ഈ പവർ ആരുടെ പുറകെയാണ് പോവുക എന്ന്? രജത് സർ, അങ്ങയുടെ മുന്നിൽ ഈ പാവം ഇരിക്കുന്നുണ്ട്. അതായത് ഒരു കുഞ്ഞിന്റെ മാതാപിതാക്കൾ അതിനെ എങ്ങനെയൊക്കെയാണോ ഭക്ഷണം കഴിപ്പിക്കുന്നത്. ഇന്നാ മോനെ, ഇത് ലാസ്റ്റാണ്, കഴിക്കി. ദാ ഗണപതി ഭഗവാൻ കഴിച്ചു, ദേ കൃഷ്ണ ഭഗവാനും കഴിച്ചു, അടുത്തത് നീയാ കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് കഴിപ്പിക്കും. എന്നോട് ദൈവവും ഇത് തന്നെയാണ് കാണിച്ചത് സർ. അതായത് എൻ്റെ അച്ഛനും അമ്മയും അവസാന നിമിഷം എനിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം തന്നിട്ട് പോയി.
അതായത് മോനെ, നീ ഈ ജീവിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതായത് നിന്റെ മനസ്സിനകത്തുള്ള ഈ ഒരു ധർമ്മത്തെക്കുറിച്ചുള്ള ബോധം, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കണമെന്നുള്ളൊരു ചിന്ത, ഇതൊക്കെ നീ ഒരു ദിവസം മറക്കുമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അതൊക്കെ മറന്നു. ഞാൻ പറയുന്നത് സത്യമാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ ഇവിടെ സമയം തന്നതിനെ പറ്റി പറഞ്ഞില്ലേ, ഇപ്പൊ എനിക്ക് ഇവിടെ തരാൻ സമയം ഉണ്ടായിട്ടല്ല. ദൈവം എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുക എന്നാൽ, അതായത് ചില സമയങ്ങളിൽ എനിക്ക് ആശ്ചര്യം തോന്നാറുണ്ട്. അതായത് ശരി, ഈ ദൈവം എനിക്ക് എങ്ങനെയുള്ളൊരു വീടാണ് തന്നതെന്ന് വെച്ചാൽ, ഇതുവരെ എനിക്ക് ആ വീടിന് ലോക്ക് ഇടേണ്ടി വന്നിട്ടില്ല. ലോക്ക് ആവശ്യമില്ല. അത് പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്. ആ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പൂജാമുറി ഞാൻ ഒരിക്കൽ പോലും പൂട്ടിയിട്ടില്ല. അതുപോലൊരു വീടാണ് എനിക്ക് ദൈവം തന്നത്. അവിടെ ലോക്ക് ചെയ്യുക എന്നൊരു കോൺസെപ്റ്റ് പോലും ഇല്ല എന്നതാണ് സത്യം. എല്ലാം ആ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പക്ഷേ ദൈവം എവിടെ നിന്നെങ്കിലും തുടങ്ങി വെക്കില്ലേ? ആദ്യത്തെ സമയം തന്നെ 10,000 രൂപ തന്നിട്ട്. സാറ് എന്നെ ആദ്യം ഒരു ജിംഗിളിലേക്ക് അയച്ചിരുന്നു. അതില് ഭജൻ പാടാൻ പാടിച്ചു. പോയിട്ട് ജിംഗിൾ പാടാൻ തുടങ്ങി. ആക്ച്വലി ഞാൻ കൈലാഷ പാടാനായിരുന്നു പോയത്. എന്നോട് എല്ലാവരും ചോദിക്കും, നിങ്ങൾ എന്താണ് പാടാൻ പോകുന്നത്? കർണാട്ടിക് ആണോ പാടുക? ഞാൻ പറയും അല്ല. സിനിമാ ഗാനമാണോ? അതുമല്ല. പിന്നെ ഗസലാണോ? അല്ല. പിന്നെ ഭജനയാണോ? അതുമല്ല. പിന്നെ നിങ്ങൾ എന്താ പാടാൻ പോകുന്നേ എന്ന് ദേഷ്യത്തോടെ ചോദിക്കും. ഞാനപ്പോ സ്വയം മനസ്സിൽ തന്നെ ചിന്തിക്കും, അതായത് ജനങ്ങൾ എന്നെങ്കിലും ഒരു ദിവസം ഈ ഒരു സംഗീതം ആസ്വദിക്കും. ആ ദൈവം ഒരിക്കൽ അത് തീരുമാനിക്കും ഞാൻ ഏത് പാട്ടാണ് പാടേണ്ടതെന്ന്. പിന്നീട് ഒരുപക്ഷെ ആ ഗാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ മനസ്സിനെ അത് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ കൈലാഷ എന്ന് പേരിടാമെന്ന് ഓർത്തു. കൈലാസം എന്ന് വെച്ചാൽ അത് ശിവന്റെ ഭവനമാണ്. എന്റെ ദൈവം ശിവൻ വാഴുന്ന സ്ഥലം. കൈലാസം എന്ന് വെച്ചാൽ അതൊരു പർവ്വതമാണ്. പക്ഷേ എന്റെ ശിവഭഗവാൻ അതിൽ ആസനസ്ഥനാകുന്ന സ്ഥലമുണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് കൈലാസ. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായ ദൈവികമായ സ്ഥലം, അതാണ് കൈലാസ. ഇപ്പം ഞങ്ങൾ പാടുന്നതെല്ലാം ദാറ്റ് ഈസ് കോൾഡ് കൈലാസ. ഇപ്പോൾ ഞാൻ ഈ കൈലാസ പാടുന്ന സമയത്ത് അതിനകത്തും എൻ്റെ ഭ്രാന്തുകളും വാശിയും എല്ലാം തന്നെ അതിനകത്തുണ്ടായിരുന്നു. ഒരു ദിവസം ജിംഗിൾ പാടാൻ വേണ്ടി എനിക്കൊരു ക്ഷണം വന്നു. രജത് സാർ അവരെന്നെ വിളിച്ചു. കൈലാഷ് സാർ, അതെ ഞാൻ തന്നെയാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ എൻ്റെ പുതിയ ഫോൺ വാങ്ങിയിരുന്നത്, ആ മോട്ടറോള ഫോൺ. ഒരു 4-5 കിലോ ഉണ്ടാവും ആ ഫോണ്. അത് വലിയൊരു ഫോൺ വളരെ അതെ വലുതായിരിക്കും, നല്ല നീളം ഉണ്ടാവും. അത് വെച്ചങ്ങനെ ഒരാളുടെ തലയിൽ അടിച്ചാ അത് ചിലപ്പോൾ അയാളെ ബോധം കെടുത്തിയൊന്നും വരും. അത്രയ്ക്കും വെയിറ്റുള്ളൊരു ഫോണായിരുന്നു അത്. അപ്പോൾ അന്നൊക്കെ ഈ മിസ്ഡ് കോൾ അടിക്കുന്ന രീതി ഒരു പതിവുള്ള ഒന്നായിരുന്നു. ഫോണ് വലുതായിരിക്കും, പക്ഷേ നമ്മൾ അതിൽ നിന്ന് മിസ് കോൾ മാത്രമേ അടിക്കൂ. അതും വളരെ സൂക്ഷ്മതയോടെ, ബുദ്ധിസാമർഥ്യത്തോടെ. കാരണം ഡൽഹിക്കാരനാണല്ലോ, ഈ സാമർഥ്യമൊക്കെ ഞാൻ ഡൽഹിയിൽ വെച്ച് പഠിച്ചെടുത്തു. അതായത് ഒരു റിങ് മാത്രമേ അടിക്കാൻ പാടുള്ളൂ, അപ്പോഴേക്കും അവരെടുക്കാനും പാടില്ല. എടുത്താൽ നമ്മുടെ 21 രൂപ പോവും. സോ ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ പോയത്. സോ അങ്ങനെ ഇരിക്കെ ഒരു കോൾ എനിക്ക് വന്നു. അപ്പം ഞാൻ പേടിച്ചുകൊണ്ട് ആ ഫോൺ അറ്റൻഡ് ചെയ്തു. 21 രൂപ പോവും, വെറുതെ കാശ് കളയണോ എന്നൊക്കെ ചിന്തിച്ചു. കാരണം അന്ന് വെറുതെ വേസ്റ്റ് കോളുകളൊക്കെ വരും. ഡൽഹിയിൽ അങ്ങനെ ഒരുപാട് കോളുകൾ വരാറുണ്ടായിരുന്നു. എന്താ പറ്റിയേ? എന്താ കാര്യം? എവിടെയെങ്കിലും ബ്രേക്ക് കിട്ടിയോ? ഇങ്ങനെയുള്ള 2-3 കോളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കറക്റ്റായിട്ട് ആ ഒരു കോൾ വന്നത്. ജിംഗിൾസിന് വേണ്ടിയാണ് നിങ്ങളെ ഇപ്പോൾ വിളിക്കുന്നതെന്ന് പറഞ്ഞു, അതും മഹാലക്ഷ്മിയിലേക്ക്. അതൊരു ഫേമസ് ആയിട്ടുള്ള സ്റ്റുഡിയോ ആണ്, അവിടെ പോയിട്ട് ജിംഗിൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, ഞാൻ വന്നിട്ട് ജിംഗിൾ പാടാമെന്ന് പറഞ്ഞു. ശരി, നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഞാൻ എങ്ങോട്ടാണ് വരേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയ ധൃതി കാണിച്ചു. അങ്ങനെ ഞാനൊരു ഡൽഹിക്കാരനാണെന്ന് അവർക്ക് മനസ്സിലായി കാണും. പിന്നെയാണ് ഞാൻ ശരിക്കും ആലോചിച്ചത്, സാർ ഈ ജിംഗിൾ എന്ന് വെച്ചാൽ എന്താ? അങ്ങനെയാണ് ഞാൻ അവസാനം അവരോട് ചോദിച്ചത്, സാർ ഈ ജിംഗിൾ എന്ന് വെച്ചാൽ എങ്ങനെയുള്ള മ്യൂസിക്കാണ്? അത് ഈ അഡ്വർടൈസ്മെന്റിലും കൊമേഴ്സ്യൽസിലും ഒക്കെ വരാറില്ലേ, ടി വിയിലും റേഡിയോയിലും ഒക്കെ, അങ്ങനെയുള്ള പാട്ടുകളാണ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അത് വലിയ പാട്ടാണോ, ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് വരേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അത് വെറും 40 സെക്കൻഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്ത്, വെറും 40 സെക്കൻഡോ? അത് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്താ ഇതൊരുമാതിരി ആനവായിൽ അമ്പഴങ്ങാന്ന് പറയുന്നവരുണ്ടല്ലോ. എന്ത് തന്നെയായാലും ഞാൻ പോയി. ആദ്യത്തെ ജിംഗിൾ നക്ഷത്ര ഡയമണ്ടിൻ്റെതായിരുന്നു. സോ എന്നെ അകത്തേക്ക് വിളിച്ചു, ഞാൻ പോയി. അതും ഒന്നും പഠിക്കാതെ തന്നെ. ഈ മുംബൈയിൽ നിന്നുള്ളവർക്കൊരു പ്രത്യേക ക്വാളിറ്റി ഉണ്ട് രജത് സാർ. അവർ ഭയങ്കര സീരിയസ് ആയിരിക്കും. അതും ഏതുവരെ എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് പരിചയമാവുന്നത് വരെ, നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ പറ്റി അറിയുന്നത് വരെ. സോ അപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെയായിരുന്നു ഇരിക്കുന്നത്. സോ അതിൽ ഒരാൾ പറഞ്ഞു, ഹി ഈസ് ദ സിംഗർ. ഓക്കെ, ഗോ ഇൻസൈഡ്. എന്നെ ഡബ്ബിംഗ് റൂമിലേക്ക് അവർ അയച്ചു. അപ്പോൾ ഒരു ഫിലിം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞു, സിംഗ്. അപ്പോൾ എനിക്ക് ഒരു വല്ലായ്മ തോന്നി. സാധാരണ എനിക്കിങ്ങനെ ഈ
പരിഭ്രമം, ടെൻഷൻ ഇതൊന്നും എനിക്ക് ഒരിക്കലും തോന്നാറേ ഇല്ല. ഈ നെർവസ് ആവുക എന്താന്ന് പോലും എനിക്കറിയില്ലായിരുന്നു, കാരണം അത്രയും അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. എന്നാൽ അപ്പോൾ എനിക്കതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. അത് നെർവസ് ആകുന്നതിനേക്കാൾ ഒരു പടി മുകളിലായിരുന്നു. ഇപ്പം എന്താ നടക്കാൻ പോകുന്നത്? അവരെന്നെ ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല, ഒന്നും എഴുതി തന്നിട്ടില്ല, ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പം ഞാൻ പെട്ടെന്ന് ദൈവത്തെ ഓർത്തുകൊണ്ട് ഞാൻ പതുക്കെ തുടങ്ങി. തനതും തനും തനന തനദരന തനതും തനും തനന തനദരന തനതും തനനും തനനും തനദരനതും തനനും ആ. ഞാൻ ദേ ഇങ്ങനെ പാടി. അപ്പോൾ അവർ പെട്ടെന്ന് അകത്ത് നിന്ന് കൺട്രോൾ റൂമിൽ നിന്ന് പറഞ്ഞു, യാ കം ഔട്ട്. ഞാനപ്പോൾ വിചാരിച്ചു ഇത് വർക്കൗട്ട് ആയില്ല, പാടിയതിലെന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ. അതുകൊണ്ട് കതക് തുറന്ന ഉടനെ പുറത്തേക്ക് ഓടിപ്പോവാം, അവരുടെ മുന്നിലൊന്നും പെട്ടേക്കരുതെന്ന് വിചാരിച്ചു. എംബാരസ്മെന്റ് കാരണം. അവർക്ക് അങ്ങനെ തോന്നിയാലോ? എനിക്കതൊന്നും തീരെ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ആ ഘട്ടമൊക്കെ കടന്നു വന്ന ഒരാളാണ്. സോ അപ്പോൾ സാർ, ഞാൻ ആ ഡബ്ബിംഗ് റൂമിന്റെ വാതിലും തുറന്നുകൊണ്ട് മെല്ലെ പുറത്തേക്ക് വന്നു. അപ്പോൾ രണ്ടുപേരെൻ്റെ അടുത്ത് വന്നു, കം കം. അവരെന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അപ്പോൾ അകത്തേക്ക് പോയപ്പോൾ അവിടെ മുന്നേ സീരിയസ് ആയിട്ട് ഇരുന്നുകൊണ്ടിരുന്ന ആളുകളൊക്കെ അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ പെട്ടെന്ന് മാറാൻ തുടങ്ങി. വാവ് മാൻ, വാട്ട് എ വോയിസ് മാൻ, ഓ മൈ ഗോഡ്, വാട്ട് എ പേഴ്സണാലിറ്റി യു ആർ, വാട്ട്സ് യുവർ നെയിം. ഇങ്ങനെയൊക്കെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പെട്ടെന്ന് ലൗഡായിട്ട് സംസാരിച്ചു. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ചിന്തിച്ചു, കുറച്ച് നേരോടെയും കഴിഞ്ഞാൽ ഇവരെന്നെ വഴക്ക് പറഞ്ഞോളൂ. ഇത് സത്യം തന്നെയാണോ? കാരണം എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ നടക്കുന്ന കാര്യം യാഥാർത്ഥ്യമായിട്ടും എനിക്കതൊരു കള്ളം പോലെ തോന്നി. പിന്നെ അവർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഇൻവോയ്സ് ഞങ്ങൾക്ക് അയച്ചേക്ക്. ആദ്യത്തെ ഇൻവോയ്സ് 5000 രൂപ, പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ ജിങ്കിൾ യാത്ര ഇങ്ങനെയാണ് തുടങ്ങിയത് സാർ. അപ്പോൾ ഒരേ ഒരു ജിങ്കിളിൽ ജോലിയെല്ലാം കഴിഞ്ഞോ അതോ വീണ്ടും പാടിയോ? അങ്ങനെ ഒരു ജിങ്കിളിന് ശേഷം എനിക്ക് പിന്നെയും ഒരുപാട് ജിങ്കിളുകളൊക്കെ കിട്ടാൻ തുടങ്ങി സാർ. ഒരു ജിങ്കിൾ അത് എങ്ങനെയാ കിട്ടിയെന്ന് വെച്ചാൽ, അത് വിത്തിൻ ദ ഇൻഡസ്ട്രി, അവിടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവർ പരസ്പരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. യാ ദിസ് ഇസ് എ ന്യൂ വോയിസ് മാൻ, സംതിങ് ഫ്രഷ്, സംതിങ് വെരി റോ, വാട്ട് എ ടെക്സ്ചർ, ഓ മാൻ, എന്തൊരു ഫീൽ മാൻ, ജസ്റ്റ് ചെക്ക് ദിസ് ഔട്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എല്ലാവരും എന്നെ ഇംഗ്ലീഷിൽ അഭിനന്ദിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വളരെ ശാന്തനായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇംഗ്ലീഷിൽ അഭിനന്ദിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ 5 നിന്ന് ഇൻവോയ്സ് 8 മാറി. ഇൻവോയ്സ് മാറ്റി. ഞാൻ 8000 രൂപയ്ക്ക് മാറ്റിയ ഇൻവോയ്സ് എനിക്ക് കിട്ടി. ആദ്യത്തെ ചെക്ക് 5000 അതെനിക്ക് കിട്ടിയില്ല, പക്ഷേ ഈ തവണ എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു ജിങ്കിൾ കിട്ടി. മാത്രമല്ല അത് വളരെ നല്ല നല്ല ബ്രാൻഡുകളായിരുന്നു. അതൊക്കെ മെല്ലെ മെല്ലെ പുറത്ത് വരാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ ടി വിയിൽ വരാൻ തുടങ്ങിയതോടെ ആളുകൾ എന്നെ ഫോൺ ചെയ്യാൻ തുടങ്ങി. അതായത് എന്നെ അറിയാവുന്ന ആളുകൾ. എടാ, ഞാൻ നിന്റെ ശബ്ദം കേട്ടിരുന്നു, സത്യം പറഞ്ഞാൽ ഇത് നിനക്കൊരു നല്ല നേട്ടം തന്നെയാണല്ലോ, നിനക്കിപ്പോ മുംബൈയിൽ നിന്നൊക്കെ ജോലി കിട്ടി തുടങ്ങിയല്ലേ. ഇങ്ങനെയൊക്കെ ആളുകൾ എന്നോട് സംസാരിക്കും. പിന്നെ ആ സമയത്ത് തന്നെയാണ് ഒരു 8-9 മാസം PGയിൽ എനിക്ക് താമസിക്കേണ്ടതായിട്ട് വന്നു. അതുവരെ PG എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അവിടെ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്കതിൻ്റെ ഫുൾ ഫോം പോലും അറിയാൻ കഴിഞ്ഞത്. പേയിങ് ഗസ്റ്റ്. എന്താ ഇത്, വളരെ വ്യത്യസ്തമായിരിക്കുന്നുള്ള കാര്യങ്ങൾ. ഗസ്റ്റ് ആണെന്നും പറയുന്നു, പേയിങ് ആണെന്നും പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നത്. പിന്നെ ഒരു 8-9 മാസങ്ങൾക്ക് ശേഷം ഒരു ജിങ്കിൾ കിട്ടി, ഈ ബോംബെ ഡൈയിങ്ങിൻ്റേത്. അവിടെയുള്ള ആളുകൾ എന്നെ വീണ്ടും കൂടുതൽ ഇംഗ്ലീഷിൽ എന്നെ അഭിനന്ദിച്ചുകൊണ്ടേയിരുന്നു. അത് കേട്ട് ഞാൻ നേരെ 20,000 രൂപയുടെ ഇൻവോയ്സ് ദൈവത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ദൈവമേ 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 ഞാൻ അങ്ങനെ 20,000 എഴുതി കൊടുത്തു. എനിക്ക് അതവർ തന്നു. ആ 20,000 രൂപ കിട്ടിയ ശേഷം ഞാൻ ഒരു 1 BHKയിലേക്ക് വാടകയ്ക്ക് എടുത്ത് മാറി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ ജീവിതം. അപ്പോൾ സിനിമയിൽ ആരാണ് ആദ്യമായിട്ട് ബ്രേക്ക് നൽകിയത്? ആരൊക്കെയാണോ എന്നെ റിജക്റ്റ് ചെയ്തത് അവരൊക്കെ തന്നെ എൻ്റെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. ഈ ജിങ്കിൾ ലോകത്തുള്ള ആളുകൾ എന്നോട് ഒരു ദിവസം ചോദിച്ചിരുന്നു, കൈലാഷ് ഖേർ, ഐ ആം വിശാൽ ആൻഡ് ഐ വാണ്ട് ടു കോൾ യു ഫോർ എ ഫിലിം സോങ് എന്നെന്നോട് പറഞ്ഞു. വിശാൽ ഭരദ്വാജ് എന്ന പേര് ഞാൻ മുന്നേ കേട്ടിരുന്നു. ആഹാ, കൊള്ളാലോ, അദ്ദേഹമൊക്കെ എന്നെ വിളിക്കാൻ മാത്രം ഞാൻ വളർന്നോ? കാരണം അദ്ദേഹത്തിന്റെ വർക്കുകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. നിങ്ങൾ വിശാൽ ഭരദ്വാജ് ആണോ സംസാരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അല്ല, ഞാൻ വിശാൽ ശേഖറാണ്, ഞാൻ വേറെ ടീമിൽ നിന്നാണ് വിളിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും വേറെയാണ്, ഞാൻ വിശാലാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഞാനും ഒരു പടത്തിൽ മാത്രമേ ഇപ്പം മ്യൂസിക് ചെയ്തിട്ടുള്ളൂ, അത് പ്യാർ മേ കഭി കഭി, ഞാനും ഒരു തുടക്കക്കാരനാണ് എന്നൊക്കെ പറഞ്ഞു. ആൻഡ് വി വാണ്ട് യു ടു സിംഗ് അവർ സോങ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതിന് ഞാൻ അദ്ദേഹത്തോട് ശരി, ഞാൻ പാടാമെന്ന് സമ്മതിച്ചു. അതിന് അദ്ദേഹം യു കം ലെറ്റ്സ് ട്രൈ ഇൻ യുവർ വോയിസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ട്രയലിന് പോയി സർ. പോയ ഉടനെ എനിക്ക് CD-യിൽ അത് ട്രാൻസ്ഫർ ചെയ്ത് തന്നു സർ. എന്നോട് പ്രാക്ടീസ് ചെയ്തോളാൻ പറഞ്ഞു. ഇത് ഞങ്ങൾക്ക് നിങ്ങളുടെ വോയിസിൽ കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ ഫോൺ വിളിച്ചു, ബ്രദർ,
നിങ്ങൾ എത്രയാണ് ചാർജ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു. എൻ്റെ വായിലപ്പോൾ പെട്ടെന്ന് വന്നത് ഞാൻ പറഞ്ഞു 50,000. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു, ഡ്യൂഡ് 50,000? യു ആർ ആസ്കിങ് ദാറ്റ് മച്ച്? യു നോ ഏർലിസ്റ്റർ സിംഗേഴ്സ് ഡോണ്ട് ചാർജ് മോർ ദാൻ 10. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി എന്നാ എനിക്ക് അത് തന്നെ തന്നാൽ മതി. കാരണം എനിക്കപ്പോൾ ഒരു ഐഡിയ ഇല്ല. ആ പാട്ടായിരുന്നു അല്ലാ കെ ബന്ദേ. ആ അല്ലാ കെ ബന്ദേ റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് എല്ലായിടത്തും ഒരു ചർച്ചാ വിഷയമായി. അത് റിലീസ് പോലും ചെയ്തിരുന്നില്ല. അതായത് ഒരു 2 റെക്കോർഡിംഗ് കമ്പനികളിൽ എൻ്റെ വോയിസ് റിജക്റ്റ് ചെയ്തിരുന്നു. അതും ഒരു 2 വർഷം മുന്നേ. അവിടെ നിന്ന് പോലും എനിക്ക് കോൾ വന്നു, കൈലാഷ് സാർ നിങ്ങളുടെ ആൽബം പുറത്തിറക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതായത് പരമശിവനെ പൂജിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യമായിട്ട് അള്ളാഹുവിന്റെ പാട്ട് പാടേണ്ടി വന്നു. അതാണ് സാർ. അതായത് നമ്മൾ നോക്കിയ ദൈവം ഇങ്ങനെ പല കളികളും നമ്മൾ വെച്ച് കളിക്കും സാർ. എനിക്കിതൊക്കെ ഓർത്ത് പലപ്പോഴും ആശ്ചര്യം തോന്നാറുണ്ട്. അതായത് എൻ്റെ ദൈവം പല രൂപത്തിൽ എൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. സോ ഇതാണ് ശരിക്കും നടന്നത്. അദ്ദേഹം എനിക്ക് പാട്ടും പാടാൻ തന്നു, അതും അള്ളാഹുവിൻ്റെ പാട്ട്. അങ്ങനെ ആ പാട്ട് ഹിറ്റായി. അങ്ങനെ അതിനുശേഷം എന്നെ മുന്നേ റിജക്റ്റ് ചെയ്തവരൊക്കെ അവരുടെയൊക്കെ തീരുമാനത്തെ മാറ്റി അവർ എന്നോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ ആൽബം ഞങ്ങൾ റിലീസ് ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെ. അങ്ങനെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. അങ്ങനെ ആ ആൽബം റിലീസായപ്പോൾ ആ ആൽബത്തിലെ ആദ്യത്തെ പാട്ട് തേരി ദിവാനി ആയിരുന്നു. പക്ഷേ അല്ലാ കെ ബന്ദയും അതിൻ്റെ കൂടെ തന്നെ ഒരു വെർഷൻ അവരതിൽ ആഡ് ചെയ്തു. അതിനെ ഞങ്ങൾ അൺപ്ലഗ്ഡ് എന്നാണ് പറയുക. അത് നിങ്ങൾ കൈലാഷ് ആൽബത്തിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. സോ ഇങ്ങനെയാണെല്ലാം തുടങ്ങിയത് സാർ. തേരി ദിവാനെ എന്ന ആദ്യത്തെ പാട്ട് ഇരുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായ ഒന്നാണോ? അതായത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഡൽഹിയിൽ വെച്ച് എൻ്റെ ആദ്യത്തെ കോൺസേർട്ട് നടന്നു. അല്ലാ കെ ബന്ദേ പ്രശസ്തമായതിനു ശേഷം എനിക്ക് കുറച്ച് റെക്കഗ്നീഷനൊക്കെ കിട്ടാൻ തുടങ്ങി. ചെറിയ അവാർഡുകളൊക്കെ കിട്ടിത്തുടങ്ങി. പിന്നെ രജത് സർ ചെറുതായിട്ട് പത്രങ്ങളിൽ പോലും നിങ്ങളെപ്പോലെയുള്ള വലിയ ആളുകളുടെ അടുത്ത് വരെ എൻ്റെ പേര് എത്താൻ തുടങ്ങി. എൻ്റെ പേര് പേപ്പറിലൊക്കെ വരാൻ തുടങ്ങി. അതിൽ ന്യൂസ് സെൻസേഷനിലൊക്കെ എൻ്റെ പേര് വരാൻ തുടങ്ങി. പുതിയ പുതിയ വേർഡ്സൊക്കെ വെച്ച് എന്നെ വിശേഷിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ യാത്ര തുടങ്ങിയത്. അങ്ങനെ ദൈവം എന്നെ ചെറുതായിട്ട് ബിസിയാക്കി മാറ്റി. ആദ്യത്തെ കോൺസേർട്ട് കിട്ടി. ആദ്യത്തെ കോൺസേർട്ടിൽ നോക്കുകയാണെങ്കിൽ അതിർവരമ്പുകളില്ലാത്ത സംഗമം, ഹൻസ് ധ്വനി തിയേറ്റർ, പ്രഗതി മൈതാനത്തിൽ. അന്നവിടെ 4 ബാൻഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് കൈലാഷ ബാൻഡ് എന്ന പേരിലൊരു ബാൻഡേ ഇല്ല. ഞാനപ്പോൾ അല്ലാ കെ ബന്ദേ എന്ന എൻ്റെ പഴയ പാട്ട്, പിന്നെ അതോടൊപ്പം വേറെ ഒരു ദേശഭക്തി ഗാനം, പിന്നെ രംഗ് ദീനി, ഇങ്ങനെ 2-3 സിനിമാ പാട്ടുകളും ഒക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. അതൊന്നും പുറത്തിറങ്ങിയതല്ല, റിലീസായതല്ല. പക്ഷേ ഞാൻ പതുക്കെ പതുക്കെ ബിസി ആവാൻ തുടങ്ങി. ഇതെൻ്റെ ആദ്യത്തെ കോൺസേർട്ടാണ്, അതായത് അതിർവരമ്പുകളില്ലാത്ത സംഗമം. എനിക്ക് കിട്ടിയത് റാഹത്ത് ഫത്തേ അലി, നമ്മുടെ അയൽ രാജ്യത്തു നിന്നുള്ള ആള്, പിന്നെ ഫ്യൂസോൺ സബ്കത് അമാനത്ത് അലി അദ്ദേഹത്തിൻ്റെ ബാൻഡ്, പിന്നെ ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യൻ ബാൻഡ്, പിന്നെ ഒരു കൈലാഷ് ഖേർ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ കൂടെ. അങ്ങനെ ആദ്യത്തെ തവണ തന്നെ ദൈവം ഇങ്ങനൊരു അത്ഭുതം പ്രവർത്തിച്ചു. എനിക്കാണെങ്കിൽ അപ്പോൾ ഭയങ്കര ആശ്ചര്യം തോന്നി. പക്ഷേ ദൈവം എൻ്റെ സ്വരത്തിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ അത്ഭുതം എന്ന് പറയും, അതിശയം എന്ന് പറയും, മിറാക്കിൾ എന്ന് പറയും. സോ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാ, मेरी मैं खा गई जब से तू आ गई, बस बचा हूँ कोरा, हे बावली हे गोरा, हो दिन ब दिन अब तेरे बिन सांसें कटती हैं गिन गिन, तेरी धुन में रहता हूँ गुनगुना के तक दिन, है मेरा इश्क अनोखा है री, बस जताना नहीं आता, हाँ बताना नहीं आता, है मेरा इश्क अनोखा है री. എൻ്റെ ദൈവം എന്നോട് ഇങ്ങനെയൊക്കെയാണ് സ്നേഹം കാണിക്കുക. ഇത് എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. എന്താ ചെയ്യുന്നത്, എങ്ങനെ ചെയ്യുന്നു, എവിടെ വെച്ച് ചെയ്യുന്നു, ഇതൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ അത് സംഭവിക്കുന്നു. അങ്ങനെ ആദ്യത്തെ കോൺസേർട്ട് കൈലാഷ് ഖേർ ഇരുന്ന് പാടുകയാണ്. ഓൾറെഡി എൻ്റെ സൈസ് കൊണ്ട് ഞാൻ ഇരിക്കുന്ന പോലെ തോന്നും. എന്നിട്ട് തന്നെ അവിടെ ഇരുത്തി, കയ്യിലൊരു ഹാർമോണിയവും ഉണ്ട്. പിന്നെ എൻ്റെ കൂടെ വന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ, അതായത് എൻ്റെ സുഹൃത്തുക്കൾ നരേഷ്, പരേഷ്, അവരൊക്കെ നിൽക്കുകയായിരുന്നു. ഒപ്പം ബാക്കിയുണ്ടായിരുന്ന എൻ്റെ കൂടെ വന്ന മ്യൂസീഷ്യൻസ് അവരൊക്കെ നിൽക്കുകയായിരുന്നു. എനിക്ക് എപ്പോഴെങ്കിലും അവരുമായിട്ട് ഐ കോണ്ടാക്റ്റ് വേണ്ടി വന്നാൽ ഞാൻ ദേ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അവരെ നോക്കും.
പെട്ടെന്ന് ആ ദൈവത്തിന്റെ കളി എങ്ങനെയാ മാറിയതെന്ന് വെച്ചാ, അതായത് ഭ്രാന്തുള്ളവരുടെ ഉള്ളിൽ ദൈവം ഉണ്ടാവുമെന്നാണ്. കണ്ണില്ലാത്ത ഈച്ച രാമന് വഴി കാണിച്ചു അത്രേ. പശുക്കുട്ടി ശുദ്ധമായ പാൽ കുടിക്കുമത്രേ. ഇതൊക്കെ നമ്മുടെ കാരണവന്മാര് നമ്മളോട് പറയാറുള്ള കാര്യങ്ങളാണ്, കാരണവന്മാര് പറയുന്ന പഴഞ്ചൊല്ലുകൾ. സോ ദൈവം എന്റെ സ്വരത്തിനകത്ത് കുടിയിരുന്നു. പിന്നെ ഞാൻ ഈ ലോകത്തോട് ഒന്നും തന്നെ സംസാരിക്കാതെ ഒരു പാട്ട് പാടാൻ തുടങ്ങി. प्रीत की लत मोहे ऐसी लागी, हो गई मैं मतवारी, बल बल जाऊं अपने पिया को जाऊं वारी वारी, अरे एरी सखी मैं कासे कहूं मेरे हृदय उठे उड़ारी, और प्रेम पियाला भर भर पीऊं हारी मैं दिल हारी, तेरे नाम से जी लूं तेरे नाम से मर जाऊं, तेरी जान के सदके में कुछ ऐसा कर जाऊं. സോ ഇതുപോലെ പാട്ട് എൻ്റെ ഹൃദയത്തിലൂടെ ഇങ്ങനെ പ്രവഹിക്കുകയാണ്. പിന്നെ ഒരു ഭ്രാന്തനെ പോലെ ഒന്നും പേടിക്കാതെ, അതായത് സാർ ഒരു കാര്യം നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ ചെറിയൊരു പേടി കാണും, എപ്പോഴും ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. ഈ ഇന്റലക്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ MBA ആളുകളൊക്കെ, അവരെപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും. പക്ഷെ ഞങ്ങളെപ്പോലെ MBA ഒന്നും പഠിക്കാത്തവർ, ഞങ്ങൾക്കൊന്നും ഒന്നിനെക്കുറിച്ച് ഒരു പേടിയും കാണില്ല. तूने क्या कर डाला मर गई मैं मिट गई मैं. ഇത് പാടിയ ഉടനെ ദൈവം എന്നെ സ്റ്റക്കാക്കി കളഞ്ഞു. ഞാൻ ശരിക്കും സ്റ്റക്കായി പോയി. പെട്ടെന്ന് ദൈവം പറയുകയാണല്ലോ, हो जी हाँ हाँ जी, ये हो जी हाँ हाँ जी. അതവിടെ ശരിക്കും ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആയിരുന്നു. ഇത് ഒരു ടെക്നിക്കും അല്ല. പക്ഷേ ഇന്ന് നോക്കൂ, എത്രയോ പാട്ടുകാർ എൻ്റെ പാട്ട് പാടാൻ ശ്രമിക്കുമ്പോൾ ആ ഓഹോജി ആഹാജി പ്രത്യേകം പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അത് ശരിക്കും ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആയിരുന്നു സർ. तो तूने क्या कर डाला मर गई मैं मिट गई मैं, हो जी हाँ हाँ जी, हो गई मैं तेरी दीवानी तेरी दीवानी. ഈ പാട്ട് പാടിക്കഴിഞ്ഞ ശേഷം ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. അപ്പോൾ ഓഡിയൻസ് ആണെങ്കിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക, ഞാൻ ഇൻപ്രോംപ്റ്റിൽ പാടിക്കൊണ്ടിരിക്കുക. ഓഡിയൻസ് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്, ഡൽഹിക്കാരാണല്ലോ, അവരൊക്കെ നിങ്ങളെപ്പോലെ നല്ല മനസ്സിനുടമകളാണ്. സോ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരുന്നു. അതായത് ഇങ്ങനെ ഒരു പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടേയിരുന്നു. എൻ്റെ പണ്ഡിറ്റ് ജി ആ മത്സരത്തിനിടയിൽ വെച്ച്, ആ ഓഡിയൻസിന്റെ മുന്നിൽ വെച്ച് എൻ്റെ ദൈവം തൻ്റെ കരങ്ങൾ എൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. ഇതാണ് സംഭവിച്ചത്. പിന്നെ ആ പാട്ട് ഇതും സത്യമാണോ? താങ്കളുടെ ആദ്യത്തെ ആൽബം അത് ഋഷികേശിൽ ഉള്ള സമയത്ത് അവിടെ ആരതി എടുത്ത പാട്ടൊക്കെ ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്തു? അതെ സാർ. കാരണം അതിലെ ചില പാട്ടുകളാണ്, അതായത് ഞാൻ അതിൽ നിന്ന് ചില പാട്ടുകളെ ഡെമോ ആയിട്ട് എടുത്തോണ്ട് പോയിരുന്നു. ആ ഡെമോയിലുണ്ടായിരുന്ന എൻ്റെ എല്ലാ പാട്ടുകളും റിജക്റ്റ് ആയി. അതായത് റിജക്റ്റ് ആയ പാട്ടുകളിൽ ഒരു പാട്ട്, था दौलत शोहरत क्या करनी तेरे प्यार का सहारा काफी है, ये महल अटारी नहीं चाहिए तेरे दिल में गुजारा काफी है. സോ ഈ പാട്ട് ഞാനപ്പോൾ ഇമ്പൾസീവായിട്ട് റിലീസ് ചെയ്തു, ചെറിയ ഒരു റെക്കോർഡിങ്ങിൻ്റെ കൂടെ. അത് ഇന്ന് വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഫീവർ പോലെ. റീൽ എല്ലാ റീലുകളിലും. ഇംഗ്ലീഷിൽ അതിനെ വൈറൽ എന്നാ പറയുക. ഏത് പാട്ടാണോ റിജക്റ്റ് ആയത് അതിന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കാരണമാണ് ഞാൻ ആ പാട്ട് അതിൽ ആഡ് ചെയ്തത്. ദൈവാനുഗ്രഹം കൊണ്ട് താങ്കൾ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പബ്ലിക്കിന് താങ്കളെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? താങ്കൾ ഒരു വലിയ ശിവഭക്തനാണെന്ന് ഞങ്ങൾക്കറിയാം, സനാതന ധർമ്മത്തിലുള്ള ആൾ. അങ്ങനെ ഉണ്ടായിട്ടും താങ്കളുടെ വരികളെല്ലാം അല്ലാ സുബ്ഹാനല്ലാ എന്നൊക്കെ, ഇതുപോലുള്ള വരികളൊക്കെ താങ്കൾക്ക് വിചിത്രമായിട്ട് തോന്നില്ലേ? ഈ പ്രകൃതിയിൽ എന്തൊക്കെയാണോ വിചിത്രമായിരിക്കുന്നത് അതാണ് ദൈവത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത്. ബാക്കിയൊക്കെ നമ്മുടെ ചിന്തകളുടെ ഒരു കളിയാണ്. നമ്മളിൽ പലരും മനസ്സിൽ മറ്റുള്ളവരെ പറ്റിക്കാനുള്ള കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും സുഖമില്ലാതായാൽ അപ്പം നിങ്ങൾ അള്ളാഹുവിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തെയാണോ അന്വേഷിക്കുക? ഡോക്ടർ എവിടെയാ ഉള്ളതെന്നല്ലേ? ആദ്യം നിങ്ങൾ ഡോക്ടറെയല്ലേ അന്വേഷിക്കുക. ആ ഡോക്ടർ ചിലപ്പോൾ മുഹമ്മദ് ഇസ്മയിൽ ആയിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ സമീർ ചൗരസി ആയിരിക്കാം. അതൊന്നും നമുക്കറിയില്ല. ആദ്യം നമുക്ക് വേണ്ടത് ഡോക്ടറാണ്. അപ്പോൾ അള്ളാഹു ആയാലും ദൈവം ആയാലും എല്ലാം ഒരേ രൂപമാണ്. അപ്പോൾ ദൈവം ഒരു രൂപത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. हेरी सखी मंगल गाओरी, धरती अंबर सजाओरी, उतरेगी आज मेरे पी की सवारी, आरी कोई काजल लावोरी, मोहे काला टीका लगावोरी, उनकी छब से दिखूं मैं तो प्यारी, लक्ष्मी जीवारो नजर उतारो, आज मेरे पिया घर आवेंगे, आज मेरे
पिया घर आवेंगे।